വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അധ്യായം 2:3 മുതലുള്ള വചനങ്ങൾ. മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്, മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായി തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിന്റെ നാമത്തിന്റെ മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. ഈശോമിശിഹായി ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഈ നോമ്പുകാലത്തിലെ ചിന്തകളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഓരോരോ പുണ്യങ്ങള് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കുന്ന ദിവസങ്ങളാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുക എളിമ എന്ന പുണ്യത്തെ കുറിച്ചാണ്. എളിമ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക എളിമയുടെ തന്നെ മൂർത്തിഭാവമായ യേശുക്രിസ്തുവിനെയാണ്. ദൈവമായിരുന്നിട്ടും സ്വയം ശൂന്യനാക്കി മനുഷ്യനായി അവതരിക്കുവാൻ തയ്യാറായ യേശുക്രിസ്തു. അതിനും ശേഷം അവിടുന്ന് അപ്പമായി മാറിക്കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ജീവൻ നൽകുവാനായി, നമ്മളോടൊപ്പം വസിക്കുവാനായി, വിശുദ്ധ കുർബാനയായി നമ്മുടെ ഇടയിലേക്ക് വരുന്ന യേശുക്രിസ്തു. ഈ യേശുക്രിസ്തുവിലൂടെ എളിമ എന്ന പുണ്യം നമ്മൾ അഭ്യസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഈ പുണ്യത്തെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എന്ന വചനത്തിലൂടെ നമുക്ക് വ്യക്തമായി ദൈവം പഠിപ്പിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായത്തിലെ 2-ാമത്തെ തിരുവചനം പ്രകാരമാണ്: കർത്താവ് അരുൾ ചെയ്യുന്നു, ഇവയെല്ലാം എൻ്റെ കരവേലയാണ്, ഇവയെല്ലാം എന്റേത് തന്നെ. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. യേശുവിന്റെ കടാക്ഷം നമ്മുടെ മുകളിൽ ഉണ്ടാകണമെങ്കിൽ, ദൈവത്തിന്റെ കൃപയും കാരുണ്യവും നമ്മിലേക്ക് ഒഴുകണമെങ്കിൽ, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ എളിമയോടെ പ്രാർത്ഥിക്കണമെന്ന് തന്നെയാണ് കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആത്മാവിൽ എളിമയും അനുതാപവും ഉള്ളവരായി ഈ നോമ്പുകാലത്തിലെ മുൻപോട്ട് പോകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാത്തതിന് കാരണമായി നയിക്കുന്നതും എളിമയില്ലാത്തതാവാം. നാം എന്ന ഭാവത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാവാമെന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. 2 ദിനവൃത്താന്തം 7-ാം അധ്യായത്തില് നമ്മൾ പ്രകാരം വായിക്കുന്നു. 14-ാം വചനം: എന്റെ നാമം പേറുന്ന എന്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട്
അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് എന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. തങ്ങളെ തന്നെ എളിമപ്പെടുത്തുക, തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുക. അങ്ങനെ ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും നമ്മുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. നമ്മുടെ ദേശം എന്ന് പറയുമ്പോൾ നാമുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവയെല്ലാം നമ്മുടെ കുടുംബം, നമ്മൾ ജോലി ചെയ്യുന്ന സാഹചര്യങ്ങൾ, നമ്മുടെ ഇടവകകൾ, രൂപതകൾ, സഭ മുഴുവൻ സമ്പുഷ്ടമാകണമെങ്കിൽ എളിമയോടെ നമ്മൾ ഓരോരുത്തരും താഴ്മയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ് എന്ന മനോഭാവത്തോടുകൂടി, എനിക്കുള്ളതെല്ലാം ദൈവം നൽകിയ ദാനമാണെന്നുള്ള മനോഭാവത്തോടുകൂടി എല്ലാ അഹങ്കാരവും വിട്ടെറിഞ്ഞ് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ ഹൃദയവും മനസ്സും ചിന്തകളും വിചാരങ്ങളും വാക്കുകളും പ്രവൃത്തികളുമെല്ലാം എളിമ നിറഞ്ഞതാകുവാനായിട്ട്, അങ്ങയുടെ ക്രിസ്തുവിൻ്റെ അനുയായിയായി പൂർണ്ണമായി രൂപപ്പെടുവാനായിട്ട് ഇന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ ക്രിസ്തുവായി മാറുവാനായിട്ടുള്ള കൃപ നൽകണമേ. എളിമ എന്ന പുണ്യം നിറച്ചു നൽകി ദൈവസാന്നിധ്യമായി മാറുവാനായിട്ട് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ച് ഈ നോമ്പുകാലം ഫലദായകമാകുവാൻ കരുണയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്